എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തുപവിഴങ്ങൾ പതിച്ചൂരു പൊന്നുനൂൽ പോലെ. മണ്ണിൽ വേർപ്പു വിതച്ചവർദ്ധൻ ഈണമായി വന്നു, അന്നു പാടിയ പാട്ടിലൂഞ്ഞാൽ ആടി മലയാളം. നമ്മുടെ മലയാളം എത്ര ശ്രേഷ്ഠമായൊരു ഭാഷ. ഈ കുഞ്ഞു കേരളത്തിൽ ആളുകൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിലുമുണ്ട്. എവിടെ ചെന്നാലും ഒരു മലയാളി നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. എൻ്റെ മലയാള ഭാഷ എനിക്ക് മറക്കാൻ സാധിക്കുമോ? എത്ര വിദേശ ഭാഷകൾ പഠിച്ചാലും മലയാളം എനിക്ക് എന്നും എൻ്റെ പെറ്റമ്മയെ പോലെയാണ്. നാം വായിച്ചിട്ടുണ്ട്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ, മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. പ്രിയ കുട്ടികളെ, ഹയർ സെക്കൻഡറി മലയാളം പഠിക്കുന്ന നിങ്ങളുടെ മുൻപിലേക്ക് പരീക്ഷ അടുക്കുന്ന ഈ സമയത്ത് വിശ്വസാഹിത്യത്തിലെ എന്ന് പറയാവുന്ന മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കവിയെയും അദ്ദേഹത്തിൻ്റെ കൃതിയുമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. യൂണിറ്റിൻ്റെ പേര് എഴുത്തകം എന്നാണ്. എഴുത്തകം എന്നാൽ എഴുത്തിൻ്റെ ഉള്ളറയിലേക്കുള്ള ഒരു എത്തിനോട്ടം. ഇനി എഴുത്ത് എന്താണെന്നല്ലേ, നമ്മൾ സാധാരണ എഴുത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാവ്യത്തെയോ കവിതയെയോ കഥയെയോ അങ്ങനെ സാഹിത്യത്തിൻ്റെ ഏത് വിഭാഗത്തെയും, നാടകമാവാം, സംഭാഷണമാവാം, അഭിമുഖമാകാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മലയാള സാഹിത്യത്തിലെ പ്രസിദ്ധങ്ങളായ ചില രചനകളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ യൂണിറ്റിൽ നാം പരിചയപ്പെടുന്നത്. അവിടെ നമുക്ക് പ്രവേശകമായിട്ടൊരു നല്ല പ്രവർത്തനം തന്നിട്ടുണ്ട്. ഡോക്ടർ ECG സുദർശനൻ്റെ ഏതാനും വാക്കുകൾ. ആരാണ് ECG സുദർശനൻ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം. ഫിസിക്സിൽ പ്രസിദ്ധമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി 9 വട്ടം നോബൽ സമ്മാനത്തിന് പരിഗണിക്കപ്പെട്ട ഒരു പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിനും മലയാളത്തിനും തമ്മിൽ എന്താണ് ബന്ധമെന്നല്ലേ? ടാക്യോണുകൾ എന്ന പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനാണ് അദ്ദേഹം ഫിസിക്സിൽ നോബൽ സമ്മാനത്തിന് പരിഗണിക്കപ്പെട്ടതും പിന്നീട് വിശ്വപ്രസിദ്ധനായി തീർന്നതും. മലയാളവും അദ്ദേഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മുടെ പാഠപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. അദ്ദേഹത്തെ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു മലയാളം മുൻഷി എന്നാൽ അധ്യാപകൻ. ഇന്നത്തെ കാലത്തെ അധ്യാപകരുടെ വസ്ത്രരീതികളോ ഒന്നും ആയിരുന്നില്ല. നിങ്ങൾക്കൊക്കെ ഊഹിക്കാം, നിങ്ങൾ ജനിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു വളരെ ലളിതമായ വേഷം, ഭാവം. എന്നാൽ ഒരു സാധാരണക്കാരൻ്റെ കെട്ടും മട്ടുമുള്ള ആ മലയാളം മുൻഷി ക്ലാസ് തുടങ്ങിയാൽ പിന്നെ കുട്ടികളുടെ ഹൃദയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, നല്ല വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. കുട്ടികളുടെ മനസ്സിലേക്ക് ആശയങ്ങൾ കടത്തിവിടാൻ മലയാള അധ്യാപകർക്കൊരു പ്രത്യേക കഴിവുണ്ട്. എല്ലാവരും കേമന്മാരാണ്, മിടുക്കന്മാരാണ്. പക്ഷേ കുട്ടികളുടെ മനസ്സറിയുന്ന ഒരു നല്ല അധ്യാപകനാകാൻ നമ്മൾ കണ്ട ECG സുദർശനൻ്റെ മലയാള അധ്യാപകന് സാധിച്ചു. ഒരു വാക്ക് പറയുമ്പോൾ അതിൻ്റെ ഛേദം, ധ്വനി എന്നാൽ ആന്തരിക അർത്ഥം, പദച്ഛേദം, ഇതെല്ലാം കൃത്യമായി പറഞ്ഞ് ആ ആശയം കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിൽ മുൻഷിക്കൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ആ മുൻഷിയെക്കുറിച്ചുള്ള സ്മരണകളും അദ്ദേഹത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ഗുണങ്ങളുമാണ് പിന്നീട് ഫിസിക്സിൽ, ഭൗതിക ശാസ്ത്രത്തിൽ വലിയ നേട്ടങ്ങൾ തനിക്ക് നേടാൻ സാധിച്ചത് എന്ന് ECG സുദർശനൻ പറയുകയുണ്ടായി. പ്രിയ കുഞ്ഞുങ്ങളെ, മാതൃഭാഷയ്ക്ക് എന്താണ് മഹത്വം? ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞു, ഏതൊക്കെ നാട്ടിൽ ചെന്നാലും നമ്മൾ മാതൃഭാഷയെ മറക്കാൻ പാടില്ല. വിദേശ ഭാഷകൾ പഠിക്കുന്ന ഒപ്പം തന്നെ നമ്മുടെ പെറ്റമ്മയ്ക്ക് നമ്മുടെ മനസ്സിൽ കൊടുക്കുന്ന സ്ഥാനം നമ്മൾ മാതൃഭാഷയ്ക്കും കൊടുക്കണം. 56 അക്ഷരമല്ല എൻ്റെ മലയാളം, 51 അക്ഷരമല്ല എൻ്റെ മലയാളം, മണ്ണാണ് എൻ്റെ മലയാളം, അമ്മയാണ് എൻ്റെ മലയാളം. കവി കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ വരികൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിക്കണം. അപ്പം ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് നമ്മളുടെ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ മനോഹരമായൊരു കവിതയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ട്, അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ഈ കൃതികൾ കേൾക്കാത്തവരായിട്ട് നമ്മളിൽ ആരും ഉണ്ടാവില്ല. മഹാഭാരതം കഥയിൽ നിന്ന്, മഹാഭാരതത്തിലെ സംഭവ പർവ്വതത്തിൽ നിന്നെടുത്ത കണ്ണാടി കാൺമോളവും എന്ന കവിതയിലേക്കാണ് നമ്മൾ ആദ്യമായി പ്രവേശിക്കുന്നത്. എന്താണ്
തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രത്യേകത. മലയാളം ഭാഷ ആരോപിക്കുന്നതിന് ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് എഴുത്തച്ഛൻ മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ എന്താണ്. ഇന്ന് നാം കാണുന്ന മലയാള ഭാഷയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്ന് പറയുന്നുണ്ട്. സംസ്കൃതവും മലയാളവും ഇടകലർന്നുള്ള രചനാരീതിക്കാണ് മണിപ്രവാള ഭാഷ എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തോടു കൂടി പിന്നീട് വന്ന കവികൾ അദ്ദേഹത്തിൻ്റെ ഈ മാതൃക പിന്തുടർന്നു. കണ്ണാടി കാൺമോളവും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ സംഭവ പർവ്വത്തിലെ ഏതാനും വരികൾ നിങ്ങളുടെ മുൻപിൽ വായിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ കഥയുടെ സന്ദർഭത്തിലേക്ക് ഒന്ന് കിടക്കാം. ഗാന്ധർവ വിധി പ്രകാരം ദുഷ്യന്ത മഹാരാജാവും അവളുടെ വിവാഹം കഴിഞ്ഞ് ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. താത കണ്ണുവനാൽ സംരക്ഷിക്കപ്പെട്ട് ശകുന്തള പ്രതീക്ഷയോടെ ദുഷ്യന്തനെ കാത്തിരിക്കുന്നു. പരിവാര സമേതം വന്ന് തന്നെ എതിരേൽക്കുമെന്ന ഗർഭിണിയായി തന്നെ എതിരേൽക്കുമെന്ന് കരുതിയിരുന്ന അവൾക്ക് തെറ്റുപറ്റുന്നു. അഭിജ്ഞാന ശാകുന്തളത്തിൽ പറയുന്നത് പോലെ ദുർവാസാവിൻ്റെ ശാപം നിമിത്തം ശകുന്തളയുടെ കാര്യം ദുഷ്യന്ത മഹാരാജാവ് മറക്കുകയാണ് ചെയ്യുന്നത്. സർവദമനകുമാരന് പ്രായം പൂർത്തിയായപ്പോൾ കണ്ണു മഹർഷിയുടെ ഉപദേശപ്രകാരം പരിവാരങ്ങളോടൊത്ത് ശകുന്തള തൻ്റെ സർവദമന പുത്രനെ കൂട്ടിക്കൊണ്ട് ദുഷ്യന്ത മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. എത്തുമ്പോൾ പരിവാരങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നു. അമ്മയും മകനും കൂടി ദുഷ്യന്തനോട് സംസാരിക്കുമ്പോഴും ദുഷ്യന്തൻ അത് പരിഗണിക്കുന്നില്ല. കാരണം ദുഷ്യന്തൻ്റെ മനസ്സിലിപ്പോൾ ശകുന്തള ഇല്ല. ശകുന്തള തൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും ദുഷ്യന്ത മഹാരാജാവ് അത് അംഗീകരിക്കുന്നില്ല. ഇവിടെയാണ് എഴുത്തച്ഛൻ്റെ ഈ കവിത ആരംഭിക്കുന്നത്. കവിതയിലേക്ക്: ധാഷ്ട്യമെത്രയും പാരമുണ്ടു നാരികൾക്കെന്ന് കെട്ടുകേളിയേയുള്ളു കണ്ടിട്ടില്ലേവം മുന്നം കുലടയായ നീ വന്നെന്നോട് കുലീനയെന്ന് അലസാലാപം ചെയ്തഖില മലമലം. സ്ത്രീകൾ പൊതുവെ അഹങ്കാരികളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴാണ് എനിക്ക് നേരിട്ട് ബോധ്യമാവുന്നത്. കുലീന എന്ന് സങ്കല്പിച്ച് നീ വന്ന് എന്നോട് ഈ പാഴ്വാക്കുകൾ പറയുമ്പോൾ എനിക്ക് തോന്നുകയാണ് നീ കുലടയാണെന്ന്. കുലട സ്വന്തം വംശത്തിന് നാശം വരുത്തുന്നവൾ, മോശമായി ജീവിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് എഴുത്തച്ഛൻ ഈ വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. കുലീന ശ്രേഷ്ഠയായ കുലത്തിൽ പിറന്നവൾ. വാസ്തവത്തിൽ കുലടയായ നീ വന്ന് കുലീനയെ പോലെ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. സുവർണ മണി മുക്താഭരണ വസ്ത്രാദികൾ ഉവന്നു തരുവൻ ഞാൻ നിനക്ക് വേണ്ടുവോളം. ഉവന്നു സ്നേഹത്തോടെ. രത്നങ്ങളോ പണമോ ആഭരണങ്ങളോ വസ്ത്രമോ എന്തു വേണമെങ്കിലും സ്ത്രീയെ നിനക്ക് ഞാൻ നൽകാം. നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക. ഞാനും നിങ്ങളുമായി യാതൊരു സന്ധിയുമില്ല. പിന്നെ നീ നിനക്കൊത്ത ദിക്കിന് പൊയ്ക്കൊള്ളണം. നിന്നിനി കാലം കളഞ്ഞിടായക വെറുതെ നീ. ഏതൊരു സ്ത്രീയും സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. നമ്മൾ ചിന്താവിഷ്ടയായ സീത എന്ന കൃതിയിലെ സീതയെ കാണുന്നുണ്ട്. ഭൂമിയോളം ക്ഷമ. അങ്ങനെയാണല്ലോ ഭാരത സ്ത്രീകളെ നാം പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. മോശമെന്നല്ല, പക്ഷേ വ്യക്തികളെല്ലാവരും ഒരുപോലെ ആവണമില്ല. അവൾ പരമാവധി സംയമനം പാലിക്കുകയാണ്. എന്നാൽ ദുഷ്യന്തൻ്റെ വാക്കുകൾ അവളെ ചൊടിപ്പിക്കുന്നുണ്ട്. കേൾക്കാം: പിന്നെ നീ നിനക്കൊത്ത ദിക്കിന് പൊയ്ക്കൊള്ളണം. നിന്നിനി കാലം കളഞ്ഞിടായക വെറുതെ നീ. ദുഷ്യന്തൻ കുലട എന്ന് പറഞ്ഞു അവളോട്. നിങ്ങളെ പോലുള്ള സ്ത്രീകൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് നീ പൊയ്ക്കൊള്ളുക. ഇവിടെ നിന്ന് വെറുതെ സമയം കളയണ്ട. കോകില നാരി പോലെ നീ പരഭൃതയല്ലോ. പോക വൈകാതെ നിന്നെ കാണുകയിൽ ഇച്ഛയില്ല. കോകിലം കുയിൽ, പരഭൃതം കുയിൽ. കോകില നാരി പോലെ നീ അന്യരാൽ വളർത്തപ്പെട്ടവളാണ്. കുലത്തിന് മഹിമ നിനക്ക് അവകാശപ്പെടാനില്ല. ജന്മത്തെപ്പോലും ദുഷ്യന്തൻ ശകുന്തളയുടെ ജന്മത്തെപ്പോലും സംശയിക്കുകയാണ്. നീ കോകില നാരി പോലെ അന്യരാൽ വളർത്തപ്പെട്ടവളാണ്. അതുകൊണ്ട് വൈകാതെ ഇവിടെ നിന്ന് പോവുക. എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾക്ക് പരീക്ഷ സംബന്ധിച്ച് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ദുഷ്യന്ത രാജാവിൻ്റെ ഏതൊക്കെ വാക്കുകൾ കേട്ടപ്പോഴാണ് ശകുന്തള പ്രതികരിക്കാൻ ആരംഭിക്കുന്നത്? മാസ്റ്റർ ഒന്നുകൂടെ പറയാം. നിന്നെ പോലുള്ള സ്ത്രീകൾ അഹങ്കാരികളാണെന്ന് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ബോധ്യമാകുന്നത്. നീ കുലീനയാണെന്ന് അഭിമാനിക്കുന്നുണ്ട്. പക്ഷേ നീ എൻ്റെ മനസ്സിൽ കുലടയാണ്. അതുകൊണ്ട്
വൈകാതെ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക. നിനക്ക് വേണമെങ്കിൽ ആഭരണങ്ങളോ വസ്ത്രമോ ധനമോ എന്തു വേണമെങ്കിലും ഞാൻ തരാം. ഇവിടെ നിന്ന് നീ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. സുന്ദരി ശകുന്തള പിന്നെയും ഉര ചെയ്താൽ നിന്ദാവാണികൾ കേട്ടു മന്ദാക്ഷഭാവത്തോടും. തന്നെ ആക്ഷേപിക്കുന്ന വാക്കുകൾ, കളിയാക്കുന്ന വാക്കുകൾ കേട്ടിട്ട് അവൾ സംയമനത്തോടെ നിന്നു. പക്ഷേ ഇതിനൊക്കെ ശേഷം അവൾ മറുപടി പറയാൻ ആരംഭിച്ചു. നമുക്ക് കേൾക്കാം. കടുകിൻ മണി മാത്രമുള്ളൊരു പരദോഷം ഉടനെ കാണുന്നു നീ, നിന്നുടെ ദോഷം പിന്നെ കണ്ടാലും ഗജം മാത്രം കാണുന്നതിലേതും അതു പണ്ഡിതന്മാർക്ക് പോലുമുള്ളൊരു ശീലമത്രേ. ആനയുടെ വലിപ്പമുള്ള സ്വന്തം തെറ്റുകൾ നീ കണ്ടില്ലെന്ന് നടിക്കുന്നു. എന്നാൽ കടുകന്മണി മാത്രമുള്ള മറ്റുള്ളവരുടെ ദോഷങ്ങൾ, ഒരു കടുകന്മണിയുടെ മാത്രം വലിപ്പത്തിലുള്ള മറ്റുള്ളവരുടെ ദോഷങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നിനക്ക് എന്താണ് ഇത്ര ഉത്സാഹം? സ്വന്തം തെറ്റുകൾ, അതും ആനയുടെ വലുപ്പമുള്ള തെറ്റുകൾ, ഗജം ആന, ആനയുടെ വലുപ്പമുള്ള തെറ്റുകൾ നീ കാണാതിരുന്ന് ഇത്തിരി മാത്രമുള്ള മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ മോശമാണ്. ഇത് തന്നെയാണ് നോക്കുക, പണ്ഡിതന്മാരായ അറിവുള്ളവർ എന്ന് ഭാവിക്കുന്ന പലരുടെയും ഒരു സ്വഭാവ രീതി ഇതാണ്. ഒന്നുകൂടി പറയാം, പണ്ഡിതന്മാർക്ക് പോലുമുള്ള ഒരു ശീലമാണ് ഏത്? നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. പണ്ഡിതന്മാരായവർ പോലും ചിലപ്പോൾ സ്വന്തം തെറ്റുകൾ മറച്ചു പിടിച്ചിട്ട് മറ്റുള്ളവർ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ കാലഘട്ടത്തിലും വളരെ പ്രസക്തമായ ഒരു പാഠഭാഗമാണിത്. എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിലോ 15-16 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എഴുത്തച്ഛൻ്റെ ആ രചനകളുടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തി ഓർക്കുക. ഇന്ന് നമുക്കറിയാം, ഏത് രംഗത്തും മറ്റുള്ളവർ മുൻപിൽ മിടുക്കന്മാരായി ചമയാൻ നാം ഒക്കെ സമർത്ഥരാണ്. സ്വന്തം തെറ്റുകൾ തിരിച്ചറിയുക, അത് കണ്ടെത്തുക, അത് ഉപേക്ഷിക്കുക, അതിലാണ് മഹത്വം. കടുകിൻ മണി മാത്രമുള്ള ഒരു പരദോഷം ഉടനെ കാണുന്നു നീ, നിന്നുടെ ദോഷം പിന്നെ കണ്ടാലും ഗജം മാത്രം കാണുന്നതിലേതും അത് പണ്ഡിതന്മാർക്ക് പോലുമുള്ളൊരു ശീലമത്രേ. നിന്നുടെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം, മന്നിടത്തിങ്കൽ എന്നി നിനക്ക് ചരിക്കാമോ? ചിന്തിക്കുക. ശകുന്തളയെ കുലട എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിന് മറുപടിയായി അവൾ പറയുകയാണ്, വലിയ രാജാവാണ് അങ്ങ്, അങ്ങയുടെ വംശത്തെക്കാൾ എൻ്റെ വംശം എന്തുകൊണ്ടും ശ്രേഷ്ഠമാണ്. കാരണം ജന്മം കൊണ്ട് ഞാൻ വിശ്വാമിത്ര മഹർഷിയുടെ പുത്രിയാണ്. അതുകൊണ്ട് മഹർഷി മൂലം ഞാൻ ഭൂമിയിലും, അതുപോലെ അപ്സരസായ മേനകയുടെ പുത്രി ആയതുകൊണ്ട് ആകാശത്തിലും എനിക്ക് ഒരുപോലെ യോഗ്യതയുണ്ട്. എനിക്ക് ഭൂമിയിലും ആകാശത്തിലും സഞ്ചരിക്കാം. എന്നാൽ നീ നോക്കുക, മേദിനിയിലും പുനരന്തരീക്ഷത്തിലും ഭേദം എന്നിയെ നടന്നിടാൻ എനിക്കിടോ. ഇവിടെ നടക്കുക എന്നതിന് സഞ്ചരിക്കുക എന്നതിലും ഉപരിയായിട്ട് എനിക്ക് ആകാശത്തും ഭൂമിയിലും എൻ്റെ വേരുകളുണ്ട്. നീ ആവട്ടെ ഈ ഭൂമിയിൽ മാത്രം ജീവിക്കുന്ന ഒരാൾ. എൻ്റെ ജന്മം എന്തുകൊണ്ടും ശ്രേഷ്ഠമാണ്. മേദിനിയിലും പുനർ വീണ്ടും, അന്തരീക്ഷത്തിലും ഭേദം എന്നിയെ, ഭേദം വ്യത്യാസം, എന്നിയെ ഇല്ലാതെ നടന്നിടാം ഇന്നെനിക്കിടോ. ഈ എടോ എന്ന വാക്ക് നോക്കുക, ഒരു പുരുഷനെ സ്ത്രീ സംബോധന ചെയ്യുന്ന വാക്കുകളാണോ നമ്മൾക്ക് കുട്ടികളായി നിങ്ങൾക്ക് സംശയം തോന്നാം. പക്ഷേ വളരെ വർഷങ്ങൾക്ക് മുൻപ് എഴുത്തച്ഛൻ്റെ ആ കാലഘട്ടത്തിൻ്റെ ഒരു സമ്പ്രദായം എന്നോ ശൈലിയെന്നോ നമുക്ക് പറയാം. രാജാവിനെ അവൾ ആക്ഷേപിക്കാൻ ഏത് വിധമാണെന്ന് നോക്കുക, വാക്കുകൾ വളരെ സൂക്ഷിച്ച് അവൾ സംസാരിക്കുന്നു. അല്ലയോ രാജാവേ, എന്തുകൊണ്ടും എൻ്റെ ജന്മം ഒട്ടും പിന്നിലല്ല, താങ്കളെക്കാൾ ഒരു പടി കൂടി ഞാൻ യോഗ്യയാണ്. ജന്മന അവരെന്നെ ഉപേക്ഷിച്ചത് കൊണ്ട് എൻ്റെ ജന്മം ഒട്ടും താഴെയല്ല. ഭേദവും നമ്മിൽ എത്ര പാരമുണ്ടെന്ന് ഓർക്കണം. ഇനി നമ്മൾ തമ്മിലുള്ള അന്തരം വലുതാണ്. രാജാവാണെന്ന് അവകാശപ്പെടുന്ന താങ്കൾ ഒരു സ്ത്രീയോട് കാട്ടേണ്ട പരിഗണന പോലും ഇപ്പോൾ എന്നോട് ചെയ്യുന്നില്ല. ഭേദവും നമ്മിൽ എത്ര പാരമുണ്ടെന്ന് ഓർക്കണം. പാരം ഏറ്റവും അഥവാ വർദ്ധിച്ച. ചേതസി വിചാരിക്കുക ഭൂപതി തിലകമേ. ചേതസി മനസ്സിൽ, ഭൂപതി രാജാവ്, ഭൂപതി തിലകം രാജാക്കന്മാരുടെ രാജാവ്. അല്ലയോ അധിരാജ, നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ട്, അത് താങ്കൾ തിരിച്ചറിയുക. മേരുവും കടുകും ഉള്ള അന്തരമുണ്ട് നമ്മിൽ, സാരജ്ഞനല്ലൊട്ടും ഓർത്തോളം ധാത്രീശ ഭവാൻ. ഇവിടെ എത്ര നാണം കെട്ടിട്ടും അവൾ തൻ്റെ ഭർത്താവിനെ സംബോധന ചെയ്യുന്ന വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടു ഭൂപതി തിലകമേ, ആ ശകുന്തളയുടെ
ശ്രേഷ്ഠത, യോഗ്യത നമുക്ക് വ്യക്തമാക്കാം. ഭൂപതി തിലകമേ എന്ന് സംബോധന ചെയ്യുന്നു. അവിടെ കുലട എന്നാണ് രാജാവ് സംബോധന ചെയ്യുന്നത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ധാത്രീശ, ധാത്രി ഭൂമി, ഭൂമിയുടെ അവകാശി, ഭൂമിയുടെ അധിപ രാജാവേ, അങ്ങ് പണ്ഡിതനാണെന്ന് അഭിമാനിക്കുന്നു. പക്ഷെ അങ്ങ് വാസ്തവത്തിൽ പണ്ഡിതനാണോ? ഒന്ന് ആലോചിക്കുക. നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ അറിവിൻ്റെ കാര്യത്തിൽ അഥവാ ഞാൻ യോഗ്യതയുടെ കാര്യത്തിൽ ഒരു പർവ്വതം, മേരു ആണെങ്കിൽ താങ്കൾ ഒരു കടുകുമണി മാത്രം അറിവിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് അങ്ങ് ആലോചിക്കുക. ഇനിയാണ് വളരെ ശ്രദ്ധേയമായ കുറച്ച് ലോകോക്തികൾ. ലോകോക്തി എന്നാൽ ലോകപ്രസിദ്ധമായ വചനങ്ങൾ. ഏത് സാഹിത്യകൃതിയിലും ആയിക്കൊള്ളട്ടെ, എത്ര നാൾ ലോകം കടന്നു പോയാലും കാലാധിവർത്തികളായി നിലനിൽക്കുന്ന കുറച്ച് വചനങ്ങൾ നമ്മൾ ഹൃദിസ്ഥമാക്കുന്നുണ്ട്. അതിലൊന്നിലേക്കാണ് ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. കണ്ണാടി കാൺമോളവും തന്നുടെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയോ വിരൂപന്മാർ. ശകുന്തള പറയുന്ന ഈ വചനങ്ങളിലേക്ക് ഒന്ന് മനസ്സുകൊണ്ടുവരിക. സ്വന്തം വൈരൂപ്യം നമ്മൾ എപ്പോഴാണ് തിരിച്ചറിയുന്നേ? കണ്ണാടിയിൽ മുഖം നോക്കുമ്പോൾ. ഇതിന് ധ്വനിപാഠമുണ്ട്. ധ്വനി എന്ന് പറഞ്ഞാൽ നേരെ പറയാനുള്ള കാര്യങ്ങൾ പറയാതെ ആന്തരിക അർത്ഥത്തിലൂടെയാണ് എഴുത്തച്ഛൻ ഈ കവിതയിലേക്ക് കൊണ്ടുവരുന്നത്. നാം നമ്മുടെ സൗന്ദര്യം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി, സൗന്ദര്യം കുറവുള്ള ആളുകൾ കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ സ്വന്തം തെറ്റുകുറ്റങ്ങൾ തിരിച്ചറിയാതെ ശകുന്തളയെ കുറ്റപ്പെടുത്തുന്ന ദുഷ്യന്തനോട് അവൾ പറയുന്ന മറുപടി ഏറ്റവും പ്രസക്തമാണ്. നോക്കുക. കണ്ണാടി കാൺമോളവും തന്നുടെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ. വിരൂപന്മാർ സൗന്ദര്യമില്ലാത്തവർ. സ്വന്തം മുഖം വൈരൂപ്യമുള്ളതാണെന്ന് തിരിച്ചറിയുന്നത് കണ്ണാടിയിൽ മുഖം കാണുമ്പോൾ, ജീവിതത്തിൽ ചില തെറ്റുകുറ്റങ്ങൾ, മണ്ടത്തരങ്ങൾ പറ്റുമ്പോഴാണ് നാം ഒന്ന് പിന്തിരിഞ്ഞു നോക്കുന്നത്. നാം ആര്? എനിക്ക് എന്തെല്ലാം കഴിവുകൾ, എന്തെല്ലാം കുറവുകൾ? കുട്ടികളായ നിങ്ങൾക്ക് ചിന്തിക്കാനായി എഴുത്തച്ഛൻ തന്നിരിക്കുന്ന മനോഹരമായ ഈ വരികൾ. ഇനി കവിതയിലേക്ക് നോക്കുക. മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും മുറ്റും തന്നോട് കുറ്റമൊന്നറിയുകയുമില്ല. ഇത്തരക്കാരായ ആളുകൾ നാം എവിടെയും പരിചയപ്പെടുന്നുണ്ടെന്ന് ഓടി നടന്ന് എത്ര മിടുക്കന്മാരായ ആളുകളെയും ഇകഴ്ത്തി കാണിക്കാൻ, പുകഴ്ത്താതെ അവരെ താഴ്ത്തി കാണിക്കാൻ വേണ്ടി അവരുടെ ഏതെങ്കിലും ഒരു ബലഹീനത പർവ്വതീകരിച്ച് കാണിക്കുന്ന ഒരു പ്രവൃത്തി നാം ഏത് രംഗത്തും നമ്മൾ കാണുന്നുണ്ട്. രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, സാമൂഹികമായിക്കോട്ടെ, ഏത് രംഗത്തും അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വിഭാഗം ആളുകൾ, എല്ലാവരെയുമല്ല. നോക്കുക. മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും മുറ്റും തന്നോട് കുറ്റമൊന്നും അറിയുകയുമില്ല. മുറ്റുക വർദ്ധിച്ചിരിക്കുന്ന സ്വന്തം കുറ്റങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചിട്ട് അപരൻ്റെ ചെറിയ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അത് മാധ്യമങ്ങളിലേക്ക് വിളമ്പി അതിൽ സ്വയം ആനന്ദം കണ്ടെത്തുന്ന കുറേ ആളുകൾ. അവർക്കുള്ള ഒരു കൂരമ്പ് എന്ന് നമുക്ക് പറയാം ഈ വരികൾ. മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും മുറ്റും തന്നോട് കുറ്റമൊന്ന് അറിയുകയുമില്ല. കുറ്റമില്ലാതെ ജനം കുറ്റമുള്ളവരെയും ചെറ്റും നിന്ദിക്കയില്ല തമ്മുടെ ഗുണങ്ങളാൽ. ശ്രദ്ധിക്കുക. എഴുത്തച്ഛൻ്റെ മനോഹരമായ മറ്റൊരു ലോകോക്തിയിലേക്ക് നമ്മൾ മനസ്സ് കൊണ്ടുവരികയാണ്. കുറ്റമില്ലാതെ ജനം കുറ്റമുള്ളവരെയും ചെറ്റു നിന്ദിക്കയില്ല തമ്മുടെ ഗുണങ്ങളാൽ. തങ്ങളുടെ ചെറ്റ് അല്പം പോലും. ഒരു കുറ്റവുമില്ലാത്ത ആളുകൾ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അന്വേഷിച്ച് പോകാറില്ല. സ്വന്തം തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകൾ കാണാനോ അതിനെ വിമർശിക്കാനോ നല്ല ആളുകൾ ഒരിക്കലും താല്പര്യപ്പെടുകയില്ല. കുറ്റമില്ലാതെ ജനം കുറ്റമുള്ളവരെയും ചെറ്റു നിന്ദിക്കയില്ല തമ്മുടെ ഗുണങ്ങളാൽ. മത്തേഭം പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ നിത്യവും സ്വച്ഛജലം തന്നെ കുളിച്ചാലും. നമ്മളുടെയൊക്കെ മനസ്സിൽ ആഴത്തിൽ ഉറക്കേണ്ട രണ്ട് വരികളിലേക്കാണ് ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. മതിച്ച ആന. ആനയുടെ സഹജമായ സ്വഭാവമാണ് നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. നമ്മൾക്ക് വിയർപ്പ് ഗ്രന്ഥികളുണ്ട്. ആനയുടെ ശരീരത്തിൽ അത് കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? അതിന് എപ്പോഴും ചൂട് മാറ്റാൻ അത് ചെവി ആട്ടുകയോ ദേഹത്ത് പുഴി വാരി എറിയുകയോ ചെയ്യും. എത്ര ശുദ്ധമായ ജലത്തിൽ കുളിച്ചാലും അതിന് തൃപ്തിയാവണമെങ്കിൽ അത് തുമ്പി കൈകൊണ്ട് പൊടി വാരി ദേഹത്ത് ഇടണം. നോക്കാം. മത്തേഭം പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ. മത്തേഭം മതിച്ച ആന, അഹങ്കാരിയായ മതിച്ച ആന. സ്നാനം കുളി, പാംസു പൊടി. എത്ര ശാന്തമായ ജലത്തിൽ, സ്വച്ഛമായ നിർമ്മലമായ ജലത്തിൽ അതിനെ കുളിപ്പിച്ചാലും അഥവാ കുളിച്ചാലും അതിന് പൂർണ്ണത വേണമെങ്കിൽ
പൊടി വാരി ദേഹത്തിടണം. ഇതുപോലെയാണ് സജ്ജന നിന്ന കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ. അടുത്ത വരികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സജ്ജനം നല്ല ആളുകൾ, ദുർജനം ദുഷ്ടരായ ആളുകൾ. നല്ല ആളുകളെ കുറ്റം പറഞ്ഞാലേ ദുഷ്ടരായ ആളുകൾക്ക് സ്വസ്ഥത ലഭിക്കൂ. സജ്ജനം നിന്ന കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ, സജ്ജനത്തിന് നിന്നയില്ല ദുർജനത്തെയും. ഈ വരികളുടെ ആശയഭംഗി അല്ലെ ആശയം നിങ്ങളോട് ചോദിക്കാം. സജ്ജനം നിന്ന കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ. നിന്ന പുച്ഛിക്കുക, കളിയാക്കുക. ഓപ്പോസിറ്റ്, വിപരീതം, ശ്ലാഘ. നല്ല ആളുകളെ കളിയാക്കിയാൽ മാത്രമേ ദുഷ്ടജനങ്ങൾക്ക് സന്തോഷിക്കാൻ അവസരമുണ്ടാവൂ. ഇനി നല്ല ആളുകൾ ഒരിക്കലും എത്ര ദുഷ്ടരെയാണെങ്കിലും വിമർശിക്കാറോ കളിയാക്കാറോ ഇല്ല. അവർക്കത് സാധിക്കില്ല. സജ്ജനത്തിന് നിന്നയില്ല ദുർജനത്തെയും. ദുഷ്ടജനങ്ങളെ തിരുത്താൻ സജ്ജനം ഒരിക്കലും മുൻപോട്ട് വരാറില്ല. കാരണം നമുക്കറിയാം. അതിൻ്റെ കാരണങ്ങളാണ് ഇനി വരാൻ പോണത്. സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ ക്രൂദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. ഈ കവിതയിൽ മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ലോകപ്രസിദ്ധമായ ചില വചനങ്ങൾ നമുക്ക് എഴുത്തച്ഛനിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും. അതിലൊരു വചനമാണ് നമ്മൾ കാണുന്നത്. സത്യം ധർമ്മം ആദിയായ സദ്ഗുണങ്ങൾ ഇല്ലാത്ത ദുഷ്ടരായ ആളുകളെ ക്രൂദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. ഘോര സർപ്പം, ഉഗ്രവിഷമുള്ള സർപ്പം, അതിനൊരൽപ്പം പ്രലോഭനമുണ്ടായാൽ അത് കൊത്തിയാൽ ഉഗ്രമായ വിഷമാണ് പുറത്തേക്ക് ചീറ്റുക. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ചില മൂല്യങ്ങൾ, ഗുണങ്ങൾ. അത് നഷ്ടപ്പെട്ട, അതിന് പ്രാധാന്യം കൊടുക്കാത്ത ദുഷ്ടരായ ആളുകൾ. സത്യധർമ്മം ആദിയായവ, വിഗ്രഹാർത്ഥം. സത്യധർമാദി, സത്യം ധർമ്മം ആദിയായ നല്ല ഗുണങ്ങൾ ഉപേക്ഷിക്കുന്ന ദുഷ്ടരായ ആളുകൾ ആർക്ക് സമമാണ്? ക്രൂദ്ധനായ സർപ്പത്തേക്കാൾ നമ്മൾ ഭയക്കണം. ഇനി നമ്മൾ കാണുന്നത് അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്, എന്താണ് ദുഷ്ടരായ ആളുകളെ നാം സൂക്ഷിക്കണം, അകറ്റി നിർത്തണം എന്ന് പറയുന്നത്. മൂർഖനാം അവനോട് പണ്ഡിതൻ ശുഭാശുഭമാഖ്യാനം ചെയ്താൽ. മൂർഖൻ, ഖലൻ, ദുഷ്ടൻ, ക്രൂരൻ എന്നൊക്കെ അർത്ഥം. ദുഷ്ടരായ ആളുകളോട് പണ്ഡിതന്മാർ, അറിവുള്ളവൾ, സജ്ജനങ്ങൾ എത്ര ഉപദേശിച്ചാലും ഗുണവും ദോഷവും ചെയ്യുന്ന പ്രവൃത്തിയുടെ നന്മയും തിന്മയും ദുഷ്ടന്മാരോട് പണ്ഡിതന്മാർ ഉപദേശിച്ചാലും അവർ അതിലെ തെറ്റായ കാര്യങ്ങൾ മാത്രമേ ഗ്രഹിക്കൂ. കാരണം നല്ല കാര്യങ്ങളോട് അവരെപ്പോഴും വിമുഖത, താല്പര്യക്കുറവ് കാട്ടുന്നവരാണ്. നോക്കാം. മൂർഖനാം അവനോട് പണ്ഡിതൻ ശുഭാശുഭം. ശുഭം നല്ല കാര്യം. നല്ല കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളും പറഞ്ഞാലും ദുഷ്ടരായ ആളുകൾ അതിലെ നല്ലതിനെ ഒഴിച്ച് നിർത്തി മോശമായ കാര്യങ്ങൾ മാത്രമാണ് സ്വീകരിക്കുക. നല്ല ആളുകൾ എപ്പോഴും നല്ലത് മാത്രമേ ഗ്രഹിക്കൂ. നോക്കാം. നല്ലനായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും. ആശയം വിശദീകരിക്കാൻ ചോദിക്കാവുന്ന ഒരു വരി ശ്രദ്ധിക്കാം. നല്ലനായിരിപ്പവൻ, നല്ല ആളുകൾ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളൂ. തെറ്റായ കാര്യങ്ങൾ കണ്ടാലും. ഇന്ന് നൂതനമായ സാങ്കേതിക വിദ്യ വളർന്ന ഈ കാലഘട്ടത്തിൽ നാം നിത്യേന ഉപയോഗിക്കുന്ന മാധ്യമങ്ങളിലൂടെ മനസ്സ് പോകുമ്പോൾ നമുക്ക് ഈ വചനങ്ങൾ മാതൃകയാക്കാം. നല്ലനായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും. അതിന് പറയുന്ന ഉദാഹരണം നോക്കുക. വെള്ളത്തെ വെടിഞ്ഞ് പാൽ അന്നം എന്നതുപോലെ. വെള്ളത്തെ വെടിഞ്ഞ് പാല് അന്നം എന്നതുപോലെ. അന്നം അരയന്നം. അന്നത്തിൻ്റെ മുൻപിൽ കുടിക്കുവാനായി വെക്കുന്ന വെള്ളത്തിൽ നിന്ന് വെള്ളം മാറ്റി പാല് കുടിക്കുന്നത് പോലെ നല്ല ആളുകൾ ദുഷ്ട കാര്യങ്ങളെ അവഗണിച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് സ്വീകരിക്കുക. നല്ലനായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും. വെള്ളത്തെ വെടിഞ്ഞു പാൽ അന്നം എന്നതുപോലെ എന്നെല്ലാം ശകുന്തള പറഞ്ഞോരനന്തരം വിണ്ണിൽ നിന്ന് അശരീരി തന്നോട് വാക്യം കേട്ടു. നമ്മളൊന്നുകൂടി ചിന്തിക്കുക. ദുഷ്യന്തൻ അവളെ ആക്ഷേപിച്ചു, അക്ഷമയായി നിന്നു. എന്നാൽ പിന്നീട് അവൾ പ്രതികരിച്ചു. അത് വളരെ ചുരുക്കി ഒരിക്കൽ കൂടി പറയാം. കടുകിൻ മണിയുടെ മാത്രമുള്ള ദോഷങ്ങൾ അങ്ങ് കാണുന്നു, എന്നാൽ ആനയുടെ വലിപ്പമുള്ള സ്വന്തം ദോഷങ്ങൾ മറന്ന് എന്താണ് ഇങ്ങനെ എന്നെ ആക്ഷേപിക്കുന്നത്? താങ്കളുടെ ജന്മത്തേക്കാൾ ഏറ്റവും മികച്ചത് തന്നെയാണ് എൻ്റെ ജന്മം. ആകാശത്തിലും ഭൂമിയിലും എനിക്ക് വേരുകളുണ്ട്. നമ്മൾ തമ്മിൽ വളരെ അന്തരമുണ്ട്. പർവ്വതത്തെ പോലെ ഉള്ള ഞാനും കടുകിൻ മണിയുടെ മാത്രമുള്ള ഗുണങ്ങളുള്ള അങ്ങും തമ്മിൽ ഉള്ള അന്തരം അങ്ങ് അറിയണം. സ്വന്തം വൈരൂപ്യം അങ്ങ് തിരിച്ചറിയണം. നല്ല ആളുകൾ
ഒരിക്കലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താറില്ല. അത് ദുഷ്ടരായ ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ദുഷ്ടരായ ആളുകൾ എപ്പോഴും നല്ലവരെ കളിയാക്കാനാണ് താല്പര്യപ്പെടുക. സത്യം, ധർമ്മം ആദിയായ ഗുണങ്ങൾ നഷ്ടപ്പെട്ട ദുഷ്ടന്മാരെ കോപിച്ച സർപ്പത്തേക്കാൾ നാം ഭയക്കണം. ദുഷ്ടരായ ആളുകളോട് നല്ല ആളുകൾ വേദം ഉപദേശിച്ചാലും അവർ നല്ല കാര്യങ്ങൾ അവഗണിച്ച് തെറ്റായ കാര്യങ്ങൾ മാത്രം സ്വീകരിക്കും. അതുകൊണ്ട് താങ്കളോട് ഞാൻ എന്തുമാത്രം കാര്യങ്ങൾ പറഞ്ഞിട്ടും അത് ഫലം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പില്ല. നല്ല ആളുകൾ എപ്പോഴും നല്ലത് മാത്രമേ ഗ്രഹിക്കൂ. ഇങ്ങനെയൊക്കെ അവൾ തൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു. താങ്കൾ എന്നെ സംശയിക്കേണ്ട, എൻ്റെ അടുത്ത് നിൽക്കുന്ന സർവ്വതമന കുമാരൻ അങ്ങയുടെ രക്തത്തിൽ പിറന്നവനാണ്, ദയവായി ഞങ്ങളെ അങ്ങ് സ്വീകരിക്കണം. ഇങ്ങനെ അവൾ കേണപേക്ഷിച്ചിട്ടും ദുഷ്യന്ത മഹാരാജാവിന് മനസ്സിനൊരു ചാഞ്ചല്യവും ഉണ്ടായില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്കറിയാം ഏതു പ്രവൃത്തിക്കും ഒരു അന്ത്യമുണ്ട്. ഇതുപോലെ എഴുത്തച്ഛൻ്റെ കവിത സമാപിക്കുമ്പോൾ ഒരത്ഭുതം സംഭവിക്കുന്നു. ആകാശത്ത് നിന്ന് ഒരു അശരീരി എന്നാൽ ശരീരമില്ലാതെ വാക്കുകൾ മാത്രം. ആ വാക്കുകളാണ് ഇനി നമ്മൾ കാണുന്നത്. ഭരിച്ചുകൊള്ളുക തവ പുത്രനെ വൈകാതെ നീ, സുരസ്ത്രീ സമയായ കൗശികപുത്രിയോടും ഭരതൻ എന്ന നാമം അതിനാൽ അന്നു വാനോർ ധരണീപതിയോട് ചൊന്നത് കേട്ട മൂലം. അല്ലയോ ദുഷ്യന്ത മഹാരാജാവേ, ഇവളെയും കുമാരനെയും താങ്കൾ സംശയിക്കേണ്ട. ഇവൾ ദേവകുലത്തിൽ പിറന്നവളാണ്, കളങ്കം അല്പം പോലും ഇല്ലാത്തവളാണ്. അതുകൊണ്ട് അങ്ങ് ഇവരെ കൊട്ടാരത്തിലേക്ക് സ്വീകരിക്കുക, ഇവരോടൊപ്പം സസുഖം കഴിയുക. ഞാൻ ഒരിക്കൽ കൂടി ആ അശരീരി വാക്യത്തിൻ്റെ പൊരുൾ മക്കളോട് പറയാം. അല്ലയോ ദുഷ്യന്ത മഹാരാജാവേ, ഇവരെ സംശയിക്കേണ്ട. ഇവർ താങ്കളുടെ ഭാര്യയും താങ്കളുടെ പുത്രനും സർവ്വതമന കുമാരൻ തന്നെയാണ്. അവൾ ദേവാംശമുള്ളവളാണ്. അവരെ രണ്ടാളെയും അങ്ങ് സന്തോഷത്തോടെ സ്വീകരിക്കുക. ദീർഘനാൾ നിങ്ങൾ ഒരുമിച്ച് വാഴുക. ഈ വാക്കുകൾ കേട്ടപ്പോൾ നമുക്കറിയാം സാധാരണ വചനങ്ങളല്ല, മറിച്ച് ദേവന്മാരുടെ വചനങ്ങളാണ്. ദേവവചനങ്ങൾ കേട്ടപ്പോൾ പിന്നെ അദ്ദേഹത്തിന് സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം സന്തോഷത്തോടെ തൻ്റെ ഭാര്യയെയും മകനെയും സ്വീകരിച്ചു. അങ്ങനെ കഥ. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ലോകപ്രസിദ്ധമായ ചില വചനങ്ങൾ എഴുത്തച്ഛനെ മറ്റ് കവികളിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു സവിശേഷത അദ്ദേഹത്തിൻ്റെ നല്ല ആ വരികൾ നമ്മുടെ മനസ്സിൽ ഇന്നുമുണ്ട്. നോക്കാം. ഈ ചോദ്യം 6 മാർക്കിൻ്റെയോ 8 മാർക്കിൻ്റെയോ ആയിട്ട് പല വട്ടം ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ്. കണ്ണാടി കാണുമ്പോളവും തന്നുടെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ. ആശയം നോക്കാം. സ്വന്തം വൈരൂപ്യം തിരിച്ചറിയുന്നത് കണ്ണാടി കാണുമ്പോഴാണ്. അതുവരെ താനാണ് ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരനെന്ന് ചില ആളുകൾ നിരൂപിക്കുന്നു. മത്തേഭം പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ, നിത്യവും സ്വച്ഛജലം തന്നിലെ കുളിച്ചാലും. മതിച്ച ആന ഒറ്റയാൻ എത്ര നിർമ്മലമായ ജലത്തിൽ കുളിച്ചാലും അവന് സന്തോഷമുള്ളത് പൊടി വാരിയെറിയുമ്പോൾ. ഇതുപോലെ തന്നെയാണ് ദുഷ്ടരായ ജനങ്ങൾ. അവർക്ക് നല്ല ആളുകളെ കളിയാക്കിയില്ലെങ്കിൽ ഒരു സ്വസ്ഥത ലഭിക്കുന്നില്ല. അടുത്ത വരികൾ നോക്കുക. സജ്ജന നിന്ന കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ. സജ്ജനത്തിന് നിന്നയില്ല ദുർജനത്തെയും. സജ്ജനം നല്ല ആളുകൾ, ദുർജനം ദുഷ്ടർ. ദുഷ്ടരെ സജ്ജനങ്ങൾ ഒരിക്കലും കളിയാക്കാറില്ല. എന്നാൽ ദുഷ്ടരാവട്ടെ അവർക്ക് ആശ്വാസം ലഭിക്കണമെങ്കിൽ സജ്ജനങ്ങളെ കളിയാക്കണം. സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. സത്യം, ധർമ്മം ആദിയായ നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിത വിജയത്തിന് അധ്യാപകരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും നാം ആർജിക്കേണ്ട, നാം സ്വായത്തമാക്കേണ്ട നല്ല ഗുണങ്ങൾ, അത് നഷ്ടപ്പെട്ട ജീവിതത്തിൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടുന്ന ഘട്ടം വന്നാൽ നമ്മുടെ ജീവിതം അതോടുകൂടി അവസാനിച്ചു എന്ന് കരുതേണ്ട. വീണ്ടും നമുക്ക് തിരിച്ചു വരാം. എന്നാൽ നോക്കുക, നല്ല നല്ല ഗുണങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്ന 2 വരികൾ. സത്യം, ധർമ്മം ആദിയായ ആ നല്ല ഗുണങ്ങൾ നഷ്ടപ്പെട്ടാൽ അങ്ങനെയുള്ളവരെ ദുഷ്ടരായ സർപ്പത്തേക്കാൾ നാം ഭയക്കണം. നല്ലനായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും. ആശയം നോക്കാം. നല്ല ആളുകൾ നല്ല കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കൂ, പറയൂ, പ്രവർത്തിക്കൂ. നല്ല ചിന്ത, നല്ല പ്രവൃത്തി, നല്ല വാക്ക് ഒരു നല്ല മനുഷ്യന് വേണ്ട ഗുണങ്ങൾ. അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നല്ല ആളുകൾ എപ്പോഴും നല്ലത് മാത്രമേ പ്രവർത്തിക്കൂ.
നന്മ മാത്രം ആഗ്രഹിക്കുന്ന നമ്മൾ, കുട്ടികളായി നിങ്ങൾ അത് ആഗ്രഹിക്കുക. അതിന് പറയുന്ന ഒരു സാമാന്യ തത്വം നോക്കുക. നല്ല ആളുകൾ നല്ലത് മാത്രം മനസ്സിലാക്കും. അരയന്നം വെള്ളം മാറ്റിവെച്ച് പാൽ സ്വീകരിക്കുന്നത് പോലെ. ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ ആവർത്തന ചോദ്യങ്ങൾ ശ്രദ്ധിക്കാം. പരീക്ഷയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് ഈ പാഠം നന്നായി ഗ്രഹിച്ചാൽ, ആശയം അറിഞ്ഞാൽ, പിന്നെ ഈ ചോദ്യങ്ങൾ വളരെ എളുപ്പമാകും. പാൽപ്പായസം പോലെ ആസ്വദിച്ച് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റിയ ലഘുവായ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്നാം ചോദ്യം: നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം എന്ന് ശകുന്തള പറയാനിടയായ സാഹചര്യമാണ് ചോദ്യം. മക്കളെ, ചോദ്യങ്ങൾ ലഭിക്കുമ്പോൾ അത് മനസ്സിൽ ആവർത്തിച്ച് 1-2 വട്ടം ഉരുവിടുക. അപ്പം നമുക്ക് ആശയങ്ങൾ കിട്ടും. ഇനി ഇതിൻ്റെ ഉത്തരം ചിന്തിക്കാം. ശകുന്തള എപ്പോഴാണ് ദുഷ്യന്തൻ്റെ മുൻപിൽ അവളുടെ മറുപടി പറയാൻ തുടങ്ങുന്ന സാഹചര്യം? അതാണ് ചോദിക്കുന്നത്. അതായത് ദുഷ്യന്ത മഹാരാജാവ് അവളെ ആക്ഷേപിക്കുന്ന രംഗം, അത് കൃത്യമായിട്ട് പറയാം. ഉത്തരത്തിലേക്ക് വരിക. അഹങ്കാരിയായ ശകുന്തള സർവ്വധമനെയും കൂട്ടി കൊട്ടാരത്തിലെത്തിയിട്ട് ദുഷ്യന്ത രാജാവ് അവരെ തിരിച്ചറിയുന്നില്ല. അവൾ തൻ്റെ സത്യാവസ്ഥ പറയാൻ ശ്രമിക്കുന്നു, പക്ഷെ അദ്ദേഹം അത് അംഗീകരിക്കുന്നില്ല. പുത്രനോടും അവളോടും തിരികെ പോകാൻ ആവശ്യപ്പെടുന്നു. അഹങ്കാരികളായ സ്ത്രീകൾ ധാരാളമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ നിന്റെ സംസാരം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ ഒരു അഹങ്കാരി തന്നെയാണ്. വാസ്തവത്തിൽ നീ ഒരു കുലടയാണ്, ദുഷ്ടയാണ്, വ്യഭിചാരിണിയാണ്. പക്ഷേ നീ കുലീനിയാണെന്ന് ശ്രമിക്കുന്നുണ്ട്, കുലീനിയായി തീരാൻ. പക്ഷെ അത് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നിനക്ക് ഞാൻ എന്തു വേണമെങ്കിലും തരാം. നല്ല വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഭക്ഷണമോ പണമോ ഈ രാജ്യത്ത് എനിക്കുള്ളതെല്ലാം തരാം. എത്രയും വേഗം ഇവിടെ നിന്ന് നിന്നെ പോലുള്ള ദുഷ്ടയായ സ്ത്രീകൾ താമസിക്കുന്ന ഒരു പ്രദേശത്തേക്ക് പോയിക്കൊള്ളുക. ഈ വാക്കുകൾ കേട്ടപ്പോഴാണ് നിങ്ങളുടെ ജന്മത്തേക്കാൾ എൻ്റെ ജന്മം ശ്രേഷ്ഠമാണെന്ന് ശകുന്തള പറയുന്നത്. ചോദ്യം 2: വിണ്ണിൽ നിന്ന് അശരീരി തന്നോട് വാക്യം കേട്ടു. വിണ്ണ് ആകാശം. ആകാശത്ത് നിന്ന് അശരീരി എന്തായിരുന്നു? കേട്ട വാക്യം എന്തായിരുന്നു? അതെങ്ങനെയാണ് ഈ കാവ്യത്തിൻ്റെ ഗതിയെ മാറ്റിയത്? ഒന്നുകൂടി ചോദ്യം മനസ്സിലാക്കുക. ആകാശത്തു നിന്ന് കേട്ട അശരീരി വാക്യം എന്ത്? അത് എങ്ങനെ ഈ കവിതയുടെ മുൻപോട്ടുള്ള പുരോഗതിയെ മാറ്റിമറിച്ചു? അപ്പം നമ്മൾ ഉത്തരം എഴുതുമ്പോൾ 2 ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, അശരീരി വാക്യം എന്തായിരുന്നു? ദുഷ്യന്ത മഹാരാജാവേ, നീ നിന്റെ ഭാര്യയെ സംശയിക്കേണ്ട, അവൾ ദേവാംശമുള്ളവളാണ്. പുത്രൻ നിന്റെ സ്വന്തം തന്നെയാണ്. അവരെ 2 ആളെയും നീ സ്വീകരിക്കുക. അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുക. ഇനിയുള്ള കാലം സന്തോഷമായി കരുതുക, സംശയം വേണ്ട. ഇനി ഇത് ദേവന്മാരുടെ വാക്കുകളാണ്. ദേവവാക്കുകൾക്ക് തീർച്ചയായിട്ടും തർക്കത്തിന് പരിഹാരമാണ്. അങ്ങനെ ഒരു അശരീരി അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആ ശകുന്തളയും ദുഷ്യന്തനും തമ്മിലുള്ള തർക്കം നീണ്ടുപോകുമായിരുന്നു. വളരെ തന്ത്രപൂർവമാണ് എഴുത്തച്ഛൻ അശരീരി വാക്യം ആ കൃത്യമായ സ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ചോദ്യം 3: കണ്ണാടി കാൺമോളവും എന്ന് തുടങ്ങുന്ന വരികളിലെ ആശയം അടിസ്ഥാനമാക്കി റേഡിയോ പ്രക്ഷേപണത്തിനായി ഒരു സുഭാഷിതം രചിക്കുക. ഇന്ന് റേഡിയോ ശ്രവിക്കുന്ന കുഞ്ഞുങ്ങൾ വളരെ കുറവാണെങ്കിലും ചോദ്യം ഒന്നുകൂടി പറയാം. കണ്ണാടി കാൺമോളവും എന്ന് തുടങ്ങുന്ന വരികളിലെ ആശയം അതിനെ അടിസ്ഥാനമാക്കിയിട്ട് റേഡിയോ പ്രക്ഷേപണത്തിനായി ഒരു സുഭാഷിതം രചിക്കുക. സുഭാഷിതം എന്നാൽ നല്ല ഭാഷണം, നല്ല വാക്കുകൾ. അതിരാവിലെ ഉണർന്നു വരുന്നത് ദൈവത്തെ സ്തുതിക്കുന്ന വചനങ്ങൾ കേട്ടുകൊണ്ടാണ് നാം എല്ലാവരും. നിങ്ങൾക്കറിയാം, ഇതുപോലെ ഒരു ദിവസം പ്രസന്നമുള്ളതായി മാറാൻ നാം കേൾക്കുന്ന നല്ല വചനങ്ങൾ. ഇനി എന്താണ് അവിടെ സുഭാഷിതമായി നാം എഴുതേണ്ടത്? സുഭാഷിതം എന്നാൽ നല്ല വചനങ്ങൾ, നല്ല സംസാരം എന്നർത്ഥം. ചങ്ങാതികളെ, നാം ഒക്കെ മറ്റുള്ളവരെ വിമർശിക്കാൻ വളരെ ബുദ്ധിമാന്മാരാണ്, അതിൽ താല്പര്യം കാട്ടുന്നവരാണ്. എന്നാൽ സ്വന്തം വൈരൂപ്യം, പോരായ്മ തിരിച്ചറിയുക എന്നതാണ് ഒരു നല്ല വ്യക്തിയുടെ ഗുണം. കണ്ണാടി കാണുന്നത്രയും സമയം വൈരൂപ്യം മനസ്സിലാക്കാതെ, ഇവിടെ വൈരൂപ്യം എന്ന് പറയുന്നത് ബാഹ്യമായ വൈരൂപ്യത്തെക്കാൾ ഉപരി ആന്തരികമായ മറ്റുള്ളവരുടെ നന്മയെ കണ്ടെത്താൻ നമ്മുടെ മനസ്സിന് കഴിയുന്നില്ലെങ്കിൽ അതുതന്നെയാണ് വൈരൂപ്യം. കണ്ണാടി കാണുമ്പോളവും തന്നോട് മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയോ വിരൂപന്മാർ. സൗന്ദര്യമില്ലാത്തവർ പോലും സ്വന്തം
തെറ്റുകൾ മറച്ചു വെച്ച് മറ്റുള്ളവരുടെ അഭംഗിയെ മറ്റുള്ളവരുടെ അഭംഗിയെ കൂട്ടുപിടിച്ച് അവരെ കളിയാക്കുന്നതിനാണ് ശ്രദ്ധിക്കുന്നത്. ഇനി നമ്മൾ മറ്റൊരു ചോദ്യം നോക്കുക. നല്ലനായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും. 4-ാം ചോദ്യം. ആശയം വിശദമാക്കുക. ഏറെക്കുറെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതാം. നല്ല ആളുകൾ നല്ല കാര്യങ്ങൾ മാത്രം സ്വീകരിക്കും. നമ്മുടെ ജീവിതത്തിലും നാം അങ്ങനെ തന്നെ ആവട്ടെ. ഇനി കാവ്യഭാഗം വ്യാഖ്യാനിക്കുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വചനങ്ങൾ, ഗുരുദേവൻ്റെ ഈ വചനങ്ങൾ കേൾക്കാത്തവരായി അറിയാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. എത്ര കാലം മാറിയാലും മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം ധന്യമാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വരികൾ നോക്കാം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം എന്ന കവിതയിലെ ഏതാനും വരികൾ. അന്നം ആഹാരം, വസ്ത്രം ആദിയായ കാര്യങ്ങൾ കൃത്യമായി മുടങ്ങാതെ തന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന തമ്പുരാനെ, അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ സംരക്ഷകൻ. അങ്ങാണ് ഞങ്ങളെ പരിപാലിക്കുന്നത്. ഇതൊരു പ്രാർത്ഥനാ മന്ത്രമാണ്. ഈ മന്ത്രം തന്നെയാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെയും വിജയത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രാർത്ഥന. ഒന്നുകൂടി പ്രാർത്ഥനയിലേക്ക് മനസ്സുകൊണ്ടുവരിക. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ഭക്ഷണവും വസ്ത്രവും മറ്റെല്ലാ കാര്യങ്ങളും നിർലോഭം തന്ന് ഞങ്ങളെ സഹായിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങ് തന്നെയാണ് ഞങ്ങൾക്കെന്നും തമ്പുരാൻ. ദൈവം എല്ലാ കൃപാവരങ്ങളും മനുഷ്യന് നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഈ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം എന്നതിലെ ഈ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം. നന്ദി.